വാവ്, അടിപൊളി കേട്ടോ. ഇത്ര റിസൾട്ട് പ്രതീക്ഷിച്ചില്ലടാ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫേസ് പാക്ക് കൊണ്ട് ഭയങ്കരമായിട്ട് റിവ്യൂ ഉള്ളതാണ്, മില്യൺസ് വ്യൂസ് ഉള്ളതാണ്, ഭയങ്കരമായിട്ട് റിസൾട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റീൽസും ബാക്കി ഒരുപാട് വീഡിയോസൊക്കെ കണ്ടു. അപ്പം ഞാനും വിചാരിച്ചു നമുക്കും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് ഇദ്ദേഹത്തിൻ്റെ ബൈ ഗൈസ് ഇതൊക്കെ പറയുന്ന ആളാണ് കേട്ടോ. ഇവിടെ ചടപ്പടേ എന്നും വേണ്ട കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് അത് പോയി കണ്ടിട്ട് വായോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് ചോറാണ് കേട്ടോ. നമ്മൾ സാധാ ചോറില്ലേ, ആ ചോറ് എടുക്കുക. പിന്നെ കുറച്ച് പാല്, പിന്നെ പൊട്ടറ്റോ വേവിക്കാത്ത പച്ച പൊട്ടറ്റോ ആണ് കേട്ടോ. പിന്നെ ലൈം ജ്യൂസ് വേണം, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അതാണ് കേട്ടോ ചെയ്യേണ്ടത്. നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഇരിക്കും കേട്ടോ, കൺസിസ്റ്റൻസി വന്നിട്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ അതിലെന്തൊക്കെയാണ് വേണ്ടത് എന്ന് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. റൈസ് വേണം, ലൈം ജ്യൂസ് വേണം, മിൽക്ക് വേണം, പൊട്ടാറ്റോ. ഇത് 4 വേണം കേട്ടോ. ഇത് 4 നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. ലൈം ജ്യൂസ് വളരെ കുറച്ച് യൂസ് ചെയ്താൽ മതി. എന്തെങ്കിലും റിയാക്ഷൻ ഉള്ളവർക്ക്. ഫേസ് പാക്ക് ഞാൻ ഇവിടെ എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരുമാതിരി ഒട്ടി പിടിക്കുന്ന ടൈപ്പാണ് കേട്ടോ. ഇങ്ങനെ ഒരു ബുഫോ, ആഫ്രിക്കൻ ഫുഡ് ഉണ്ടല്ലോ, ഫുഫോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് ഏകദേശം അതുപോലെ തോന്നുന്നു കേട്ടോ. ഇങ്ങനെ ഒട്ടി പിടിക്കുന്ന ഒരു ടെക്സ്ചറാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. പിടിച്ചിരിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. പൊട്ടറ്റോയൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഈ പാക്കുകൾ നമുക്ക് ഒന്നുകൂടി വേവിച്ചിട്ടൊക്കെ ഇടുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ ഞവര, അരിക്കൂട് അങ്ങനത്തെ പാക്കുകളൊക്കെ ഞാൻ കുറച്ചുകൂടി വേവിച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിലും റൈസാണുള്ളത്. റൈസ് നമ്മുടെ ബെറ്ററാണ്, നല്ലതാണ്, സ്കിന്നിനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം വെക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളതാണെങ്കിൽ നിങ്ങൾ എന്ത് ഫേസ് പാക്ക് ഇടുമ്പോഴത്തേക്കും ഇൻസ്റ്റൻ്റായിട്ട് അത് അപ്പോൾ ആർക്കായിരുന്നാലും ഇൻസ്റ്റൻ്റായിട്ട് ഒരു ബ്രൈറ്റ്നെസ് തോന്നിക്കും. അത് നമ്മുടെ ലാസ്റ്റ് ചെയ്യുന്ന ഒന്നും വിചാരിക്കരുത്, ഒരിക്കലും ലാസ്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ട്രൈ ചെയ്ത് നോക്കുക. സ്കിൻ ഒന്ന് കെയർ ചെയ്ത് നോക്കിയാൽ മാത്രമേ അത് നമുക്ക് അത് നമ്മുടെ സ്കിന്നിൽ കാണത്തുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഒരു തവണ യൂസ് ചെയ്തു എന്നും പറഞ്ഞിട്ടൊന്നും അത് പെർമനൻ്റ് ആയിട്ട് ഒന്നും സ്കിന്നിൽ ഉണ്ടാവത്തില്ല. അത് നിങ്ങൾ മൈൻഡിൽ ഒന്ന് വെച്ച് വയ്ക്കുക. പിന്നെ പൊട്ടാറ്റോ ഒക്കെ ഉള്ളതുകൊണ്ട് സ്കിന്നിലെ ടാൻ, ഞാനിപ്പോൾ പുറത്തൊക്കെ പോയിട്ടൊന്ന് വന്നിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു ടാൻ ഉണ്ട്. ടാനൊക്കെ നന്നായിട്ട് റിമൂവ് ആകും കേട്ടോ. ഇങ്ങനെ അരക്കുമാതിരി ഇരിക്കും കേട്ടോ. അങ്ങനെ ഒട്ടി ഇരിക്കും. പൊട്ടാറ്റോ ഒക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങനെ സ്കിന്നിൽ ഉണങ്ങത്തൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ഏകദേശം ഒരു 15 to 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. അല്ല, ഉണങ്ങാൻ നിന്നാൽ ഇന്നൊന്നും ഇത് കഴിയത്തില്ല. അപ്പോൾ ഏകദേശം ഒരു 15 to 20 മിനിറ്റ്സ് ആകുമ്പോൾ നിങ്ങളൊന്ന് വാഷ് ചെയ്യുക. അപ്പോൾ ഞാനിത് ഇട്ട് കഴിഞ്ഞ ശേഷം ഞാനൊരു വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. വാവ്, അടിപൊളി കേട്ടോ. ഇത്ര റിസൾട്ട് പ്രതീക്ഷിച്ചില്ലടാ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് കേട്ടോ. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അമേസിങ്. നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ എൻ്റെ ഫേസ് നേരത്തെ ഇരുന്നത് ഇപ്പം ഇരുന്നത് നമ്മൾ ചേഞ്ച് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയായിരിക്കും. നല്ലൊരു ഡിഫറൻസ് കണ്ടോ. നല്ലൊരു ചേഞ്ച് ഇപ്പം തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. നിങ്ങളിത് ഒരു 1 വീക്കിലി ഒരു 2 ടൈംസ് എങ്കിലും യൂസ് ചെയ്താലും നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഫേസിൽ ടാനും ബാക്കി കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോവും. നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത്. നമുക്ക് ഡിഫറൻസ് കാണുമ്പോൾ മനസ്സിലാവും തോന്നുന്നു. നല്ല റിസൾട്ടാണ്, ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ്. പക്ഷേ നിങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്താൽ നല്ലതായിട്ട് ഫേസൊക്കെ നന്നായിട്ടിരിക്കും കേട്ടോ. ടാനൊക്കെ മാറി ഫേസ് ഇത് നമുക്ക് ഇതിട്ട് തുടച്ചിട്ട് പോകുന്നില്ല കേട്ടോ. ഒരു ഒട്ടലാണ്. ഞാനിതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഫേസ് ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടുന്നുണ്ട്. നന്നായിട്ട് ബ്രൈറ്റ്നെസ്, ഫേസൊക്കെ നന്നായിട്ട് ബ്രൈറ്റ് ആവുന്നതുകൊണ്ട് ഞാൻ ഫേസിൽ ഒന്നും ഇട്ടിട്ടില്ല, ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ നിങ്ങളും ഇത് വീക്കിലി 2 ടൈംസ് എങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇത് റിസൾട്ടാണ്. ടാനൊക്കെ ഇട്ടപ്പോൾ ജസ്റ്റ് റിമൂവ് ആയതാണ്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. നല്ല പാക്കാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാണുമ്പോഴത്തേക്ക് തന്നെ മനസ്സിലാവും. നേരത്തെ ഞാൻ കുറച്ച് ടാനായിട്ടാണ് ഇരുന്നത്, ഇപ്പോൾ കുറച്ചൊന്ന് ഫേസൊക്കെ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീക്കിലി 2 ടൈംസ് മതി കേട്ടോ. നമുക്ക് നാരങ്ങ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ നല്ലതാണ്. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അടിപൊളിയാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി
നല്ല ബ്രൈറ്റായി, സ്കിൻ ബ്രൈറ്റ് ആയി. ഒരു മോയ്സ്ചറൈസറും കൂടി ഇട്ടുള്ള ഈ പണി അങ്ങ് കഴിഞ്ഞു. അപ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ. ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ 10/10 കൊടുക്കാം. അടിപൊളി, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.